നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ പിഒ അഷ്ടമിച്ചിറ ചാലക്കുടി. അന്നമനട മേലടൂരിൽ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. പരനാട്ടുകുന്ന് കമ്മാന്തറ വീട്ടിൽ അസഖ് ഖാനാണ് മരിച്ചത്. സംഭവത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരായ 4 പേർക്ക് പരിക്കേറ്റു. ശ്രീനാരായണപുരത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് ആശുപത്രിയുടെ പ്രവേശന കവാടം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. അതിരപ്പള്ളിയിൽ കാട്ടിനുള്ളിൽ കാണാതായ വയോധികയ്ക്കായുള്ള തെരച്ചിൽ 4ാം ദിവസവും വിഫലം. അതിരപ്പള്ളി വാച്ചുമരം കോളനി വാസിയായ അമ്മിണിയെയാണ് കാണാതായത്. വാർത്തകൾ വിശദമായി. അന്നമനട മേലടൂരിൽ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ പരനാട്ടുകുന്ന് കമ്മാന്തറ വീട്ടിൽ അസഖ് ഖാൻ മരിച്ചു. 70 വയസ്സായിരുന്നു. ഓട്ടോ യാത്രക്കാരായ പത്തനംതിട്ട എടവനത്ത് മനോജ്, ഭാര്യ ബീന, മക്കളായ ഘനശ്യാം, വൈഷ്ണവി, വഴിയാത്രക്കാരൻ അപ്പു നായർ എന്നിവർ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 7:20 അപകടമുണ്ടായത്. മാളയിൽ നിന്ന് അന്നമനടയിലേക്ക് വരുന്നതിനിടെ റോഡ് കുറുകെ കടന്ന വഴിയാത്രക്കാരനെ ഇടിക്കാതിരിക്കാൻ ഓട്ടോ വെട്ടിച്ചപ്പോൾ എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ബസ് വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയും ചെയ്തു. അസഖ് ഖാനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് ഏകദേശം 1 മണിക്കൂറോളം അന്നമനട മാള റോഡിലെ ഗതാഗതം നിലച്ചു. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് ആശുപത്രിയുടെ പ്രവേശന കവാടം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. അഴീക്കോട് ചാമക്കാല റോഡിലൂടെ പോവുകയായിരുന്ന കാർ ടയർ പൊട്ടി നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് ആശുപത്രി കവാടത്തിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. അതിരപ്പള്ളിയിൽ കാടിനുള്ളിൽ കാണാതായ വയോധികയ്ക്കായുള്ള തെരച്ചിൽ 4ാം ദിവസവും വിഫലം. അതിരപ്പള്ളി വാച്ചുമരം കോളനി വാസിയായ അമ്മിണിയെയാണ് കാണാതായത്. ഇതോടെ 70-കാരിയായ അമ്മിണി എവിടെയാണെന്ന ചോദ്യം ദുരൂഹത സൃഷ്ടിക്കുകയാണ്. വനത്തിൽ മറന്നുവച്ച കോടാലിയെടുക്കാൻ പോയ ആദിവാസി വയോധികയെ ഇനിയും കണ്ടെത്താനായില്ല. പെരിങ്ങൽകുത്ത് വാച്ചുമരം ആദിവാസി കോളനിയിലെ അമ്മിണിപ്പാട്ടിക്ക് വേണ്ടി വനപാലകരും പോലീസും നടത്തിയ ശ്രമങ്ങൾ വിഫലമായി. ശാസ്ത്രീയമായ പരിശോധനകളിലും തെളിവൊന്നും ലഭിച്ചിട്ടില്ല. മൃതദേഹങ്ങളുടെ മണം പിടിക്കാൻ പരിശീലനം ലഭിച്ച 2 കടാവർ ഡോഗിന്റെ സഹായത്തോടെ വെള്ളിയാഴ്ച നടത്തിയ തെരച്ചിലും വിഫലമായി. വ്യാഴാഴ്ച പോലീസ് നായകളെ ഉപയോഗപ്പെടുത്തി വനത്തിൽ പരിശോധന നടത്തിയിരുന്നു. ആദിവാസികളുടെ സഹകരണത്തോടെ വനത്തിൽ 3 കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും വയോധികയെ സംബന്ധിച്ച ഒരു വിവരവും ലഭിച്ചില്ല. ശനിയാഴ്ച ആദിവാസികളുടെ സഹകരണത്തോടെ വനപാലകരുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം നടത്തും. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വാച്ചുമരം കോളനിയിലെ അമ്മിണിയെ കാണാതായത്. വിറക് ശേഖരിക്കാൻ പോയപ്പോൾ വനത്തിൽ മറന്നുവെച്ച കോടാലി കണ്ടെത്താനായാണ് തിങ്കളാഴ്ച അമ്മിണി വനത്തിലേക്ക് പോയത്. വനപാലകർ നടത്തിയ അന്വേഷണത്തിൽ കോളനിയിൽ നിന്നും 1 കിലോമീറ്റർ അകലെ നിന്ന് കോടാലി കണ്ടെത്തിയിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉള്ളതിനാലും കാഴ്ചക്കുറവുള്ളതിനാലും വയോധിക വഴിതെറ്റി വനത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മീഡിയ ടൈം, ചാലക്കുടി. പരിയാരം പഞ്ചായത്തിലെ കുറ്റിക്കാട് പൈപ്പിടുവാൻ കുഴിയെടുത്തപ്പോൾ പുരാതന ശിവലിംഗം കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് കുറ്റിക്കാട് പടിഞ്ഞാറെ കപ്പേളയ്ക്ക് സമീപത്തായി JCB ഉപയോഗിച്ച് കാന താഴ്ത്തിയപ്പോൾ ശിവലിംഗം കണ്ടെത്തിയത്. ജോലിക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും അതിലെ പോയ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ശിവലിംഗമാണെന്ന് മനസ്സിലായത്. ഏകദേശം 4 അടിയോളം വലിപ്പമുള്ളതാണ് ശിവലിംഗം. പുരാതന കാലത്ത് ആരാധിച്ചു പോന്ന ശിവലിംഗമാണെന്നാണ് കാഴ്ചയിൽ തോന്നുന്നത്. ഇവിടെ നിന്ന് കുറച്ചു മാറി ഒരു പായലും ചണ്ടിയും നിറഞ്ഞൊരു കുളമുണ്ടെന്നും അത് ഏതോ അമ്പലത്തിന്റെ കുളമാണെന്നും പറയപ്പെടുന്നു. ശിവലിംഗം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ആഞ്ജനേയ സേവാ സംഘം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റിച്ചിറ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. ശിവലിംഗം പരിശോധിക്കുകയും പരിശോധനാ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറുമെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. പുരാവസ്തു വകുപ്പിന് കൈമാറുന്നതടക്കമുള്ള മേൽ നടപടികൾ സ്വീകരിക്കേണ്ടത് തഹസിൽദാരാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. 2 ദിവസമായി ശിവലിംഗം വഴിയരികിൽ അനാഥമായി കിടക്കുകയാണ്. പുരാവസ്തു വകുപ്പ് അധികൃതർ അടക്കമുള്ളവർക്ക് ആഞ്ജനേയ സേവാ സംഘം പരാതികൾ നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. കോണത്തുകുന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ മാടത്തിങ്കൽ മനോഹരൻ നൽകിയ ആംബുലൻസിന്റെ ഉദ്ഘാടനം നടന്നു. ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് P. ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു.
സാബു കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ എ നജാഹ്, യൂണിറ്റ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ, മഹൽ ഖത്തീബ് മുഹമ്മദ് ഫൈസി, ചെയർമാൻ പുളിക്കൻ കുഞ്ഞിമോൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് വിനോദ് കക്കറ, അർസാഖ്, ഷിഹാബ്, അരവിന്ദാക്ഷൻ, കാശി വിശ്വനാഥൻ, സുനിത ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന കരാട്ടെ ടൂർണമെന്റ് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഒരു പരിപാടിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ആത്മവിശ്വാസവും ആത്മനിയന്ത്രണവും ആരോഗ്യവും ഒക്കെയുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്ന ഒരു പരിപാടികളാണ് ഈ കരാട്ടയിലെ ആയോധന കല പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടം യുവതലമുറ കമ്പ്യൂട്ടർ ഗെയിമുകളിലും ഇൻ്റർനെറ്റിലുമൊക്കെ ആ രീതിയിൽ പോകുന്നൊരു കാലഘട്ടമാണ്. നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് മുഖ്യാതിഥിയായി. ജേക്കബ്, ദേവകുമാർ, സുസി സുനിൽ, ജോയ് മുത്തേടൻ, ഡിനോ ഡേവിസ്, ഐശ്വര്യ ഷാജു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അന്നമനട മേലടൂരിൽ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. പരനാട്ടുകുന്ന് കമ്മാന്തറ വീട്ടിൽ അസഖ് ഖാനാണ് മരിച്ചത്. സംഭവത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരായ 4 പേർക്ക് പരിക്കേറ്റു. ശ്രീനാരായണപുരത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് ആശുപത്രിയുടെ പ്രവേശന കവാടം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. അതിരപ്പള്ളിയിൽ കാട്ടിനുള്ളിൽ കാണാതായ വയോധികയ്ക്കായുള്ള തെരച്ചിൽ 4ാം ദിവസവും വിഫലം. അതിരപ്പള്ളി വാച്ചുമരം കോളനി വാസിയായ അമ്മിണിയെയാണ് കാണാതായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.